ബസ് പോകാൻ എനിക്ക് ഇതെനിക്ക് വേണമെന്ന് പറയണം കേട്ടോ. ആ അത് തന്നെ അത് തന്നെ അത് തന്നെ. സർക്കാരിനെ സഹകരിക്കാം. ചേട്ടൻ 60 രൂപ കിട്ടും അല്ലേ? റോബിന് കമ്പനിക്ക് തന്നെ ആയിരിക്കും അല്ലേ? ആ ശരി, റോബിൻ ബസ്സിനായിരിക്കും. അടിക്കട്ടെ. ഓക്കെ ഓക്കെ. ഇത് കൊരട്ടി. ഇതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്നു. അല്ല നമ്പർ കാണിക്കല്ലേ, ഇനി നമ്പർ കാണിക്കല്ലേ. നമ്പർ വരെ അമ്മ വേറെ നമ്പറാക്കി കളയും. കൊടുക്കാതിരിക്കാൻ നോക്കും. അത് തന്നെ. അച്ഛൻ വന്നത് വയറില്ല. അച്ഛൻ വന്നത് വയറില്ല. അടിക്കൂല, നമുക്കറിയാം. ഈ ടിക്കറ്റ് യാത്ര കഷ്ടപ്പെടുക. അച്ഛാ കൊറേ ഫ്ലാഷ് ബാക്കുകളുണ്ടല്ലോ, എന്തോ ജട്ടിയുടെ കഥയൊക്കെ പറഞ്ഞിട്ടത്. ഒന്നും ഞാൻ കേട്ടിട്ടില്ല. 21 പേര് യാത്ര പോയപ്പോ എന്നല്ലേ പറഞ്ഞു മേടിക്കാൻ പോകുന്നു. എടി മേടിക്കാൻ പറ്റിയില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ മൂവാറ്റുപുഴ അവർ ഇടിക്കാന്ന് വിചാരിച്ചാ. നമ്മുടെ മടിക്കുട്ടിച്ചേർത്തിനെ വിളിച്ചു ഇടിക്കാന്നാ പറഞ്ഞിരുന്നത്. മടിക്കുട്ടിച്ചേർത്തി അതിന് സമയം ഉണ്ടായില്ല. അതിനേക്കാൾ തീപ്പന്തം പോലെയാണ് നിക്കുന്നത്. അത് തന്നെ മാറില്ല. ഞാൻ മാറിയാലും ചേർത്തി മാറില്ല. ഞാൻ ചേർത്തി ഇന്ന് കാണാൻ പോകുന്നുണ്ട്. ചേർത്തി കൊള്ളാം. നമ്മുടെ മുഖ്യമന്ത്രി ആകേണ്ട ഒരാളാണ്. ഗിരീഷിനെ പിടിച്ചും ആഭ്യന്തര വകുപ്പും കൊടുക്കണ്ട. എന്നാൽ മാത്രമേ നമ്മുടെ കേരളം രക്ഷപ്പെടുള്ളൂ. ഈ കള്ളന്മാരെ ചവിട്ടി ചാടിച്ച് വിടാൻ ജനങ്ങൾ സഹകരിക്കും. ജനങ്ങൾ വേണം. അത് നമ്മളെല്ലാവരും ഒത്തുപോകണം. അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ എന്തായാലും അച്ചായൻ കൊള്ളാം. അച്ചായൻ പുലിയാണ്. റോബിൻ ബസ് ഒന്ന് കൊടുക്കാൻ. റോബിൻ വേണോ? പേരെങ്ങനാ ഇതൊക്കെ പറഞ്ഞാലും? എയ്ഡൻ ജോർജോ? എവിടെ വീട്? എവിടെ? മാനത്തൂരോ? എനിക്ക് വയ്യ. റോബിൻ ഞങ്ങൾ അങ്ങ് എടുക്കുകയാണല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ അപ്പച്ചനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പച്ചനും അലോശി എന്ന് പറയുന്ന അച്ചായന്റെ വാക്കുകൾ കേട്ടില്ലേ? ഇതാണ് സംഭവം. കാരണം നമ്മുടെ നാട്ടിലെ ഒരു പുതിയ തലമുറയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ നാട്ടിലെ ഒരു അവസ്ഥ. സംരംഭ സൗഹൃദമാണെന്നൊക്കെയാണ് പറയുന്നത്. ഏതോ ഒരു സാർ ഇന്നലെ പറഞ്ഞ കേട്ടു, നിങ്ങൾ സംരംഭകരല്ലേ, പുതിയ സംരംഭകരല്ലേ? വണ്ടി ഒരു സാറ് പറഞ്ഞല്ലോ. പറഞ്ഞു എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കഥയില്ലളിയാ. റോബിൻ ടീമിനൊപ്പം നമ്മൾ അല്ലേ? ഓക്കെ. എവിടാ? കോഴിക്കോട് നിന്ന് വണ്ടി കയറാൻ വേണ്ടി വന്നാണോ? എനിക്ക് വയ്യ. ഇത് റോബിൻ ബസ് എന്ന് പറയും, അറിയോ? കഴിഞ്ഞ ദിവസം തരംഗമായിട്ടുള്ള റോബിൻ ബസ്. ആ ബസ്സാണ്. റോബിൻ ഗിരീഷിന്റെ വണ്ടിയാണ്. അപ്പൊ വണ്ടി ഇറങ്ങിയിട്ട് വണ്ടി അത് തന്നെ കോയമ്പത്തൂര് പോകുന്ന വണ്ടി പൊക്കോണ്ടിരിക്കുക. ഞങ്ങൾ യാത്രയില്ല. പത്തനംതിട്ട ടു കോയമ്പത്തൂര്. നമുക്ക് അത് ഫുള്ളായിട്ട് വന്നോ? ബുക്ക് ചെയ്താണ് പോകുന്നത്. ടൂറിസ്റ്റാണ്. എല്ലാം ടൂറിസ്റ്റുകളാ. ഇനി അത് പറഞ്ഞില്ല പിന്നെ അത് നോക്കിയിരിക്കും. അതെ, പിടിക്കാൻ ഞാൻ എന്തേലും പറയുന്നുണ്ടോ നോക്കിയിരിക്കുന്ന സാറുമാരുണ്ട്. എല്ലാവരും നോട്ടിട്ടേക്കുന്ന പരിധിക്കില്ല. അതിനൊക്കെ പറക്കുന്നുണ്ട്. എപ്പ റാജി അതാണ് എപ്പോഴേലും റാജിക്കോട്ട് പോവായിരിക്കും. നമ്മള് പറയാനൊക്കത്തില്ല. എന്ത് ചെയ്യാനാ?
ഓ പെരുമ്പാവൂരിന്റെ മണ്ണിൽ നിന്ന്, അതായത് സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? അല്ല നമ്മുടെ സ്ഥലം തെടനാട്. അപ്പൊ മില്ലുകാരന്റെ കൂടെ ഒരു തരിക്കച്ചവടക്കാരന്റെ കൂടെ കൂടിയിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. താങ്ക് യു സപ്പോർട്ടുകളും ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ നമ്മുടെ പൈലറ്റ് കയറിയിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാരും എത്തിയോ? കയറിയല്ലേ? ഉഷാറല്ലേ? പെർമിഷൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ. കേറ നമ്മുടെ ബോണിച്ചേട്ടൻ ബിരിയാണി. അത് തന്നെ ഞങ്ങൾക്ക് കോയമ്പത്തൂരൊന്നും അറിയത്തില്ല കേട്ടോ ബോണിച്ചേട്ടാ. ഞങ്ങൾക്ക് ബിരിയാണി, കോയമ്പത്തൂർ സ്പെഷ്യൽ ബിരിയാണി വാങ്ങിച്ചു തരണം. കിറ്റിൽ വർക്ക് റീലോഞ്ച് കിറ്റിൽ വർക്ക്. അയ്യോ സൈലൻസിലല്ലേ? എന്ത് ചെയ്യാനാ? മുട്ടായി ടാറ്റ മില്ലുകാരെ ടാറ്റ. ഓക്കെ മുട്ടായിയൊക്കെ വാങ്ങിച്ച് ഫ്രണ്ട് കിട്ടും. ഇച്ചിരി ഫ്രണ്ടിലോട്ടൊക്കെ വെക്കുമായിരുന്നു, ബാക്കിലോട്ടൊക്കെ തരുവായിരുന്നു നല്ലതായിരുന്നു അല്ലേ ചേട്ടാ? പോലും ചേട്ടാ മുട്ടായിയൊക്കെ വാങ്ങിച്ച് ഫ്രണ്ടിലോട്ട് ഇട്ടു, പക്ഷെ ബാക്കിലോട്ടൊക്കെ തരുവാണ് നല്ലതായിരുന്നു. കേറ്. അപ്പൊ നമ്മള് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ചങ്കില്ല കേട്ടോ, ഒരു പടക്ക കേസ്. അപ്പോ എന്തായാലും എല്ലാരും കയറിയല്ലേ? അതെ ഇല്ലല്ലേ? എല്ലാരും ഉണ്ടല്ലോ അല്ലേ? ഞങ്ങളൊക്കെ ചോദിക്കേണ്ടി വരും, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചോദിച്ചു. അതാ ഡ്രൈവറിനെ വിളിക്കും. ഡ്രൈവറെ നിന്റെ എന്തെങ്കിലും കട്ട് ചെയ്തായിരുന്നോടാ പോയി? കോഴിക്കോട്. അയ്യോ അതിനെ പറ്റി അറിയില്ല, ചോദിക്കണം. ഇല്ല കോഴിക്കോട്ടുകാരനില്ല. അല്ല കോഴിക്കോട്ടെ ഡ്രൈവർ അന്ന് വൈകുന്നത്. അതൊരു വല്ലാത്ത ചോദ്യമായി കേട്ടോ, എന്നെ കൂടെ ഒക്കെ കുഴപ്പിച്ചു കളഞ്ഞു. അത് ശരിയാ. ആണല്ലേ? അറിയില്ല. ഒന്ന് ശരിയാണ്. അപ്പൊ ഏതായാലും ഇല്ലില്ല, കാര്യമായിട്ട് ചോദിച്ചത്. കാര്യം നമ്മുടെ ചോദ്യങ്ങളാണ്, നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. തെറി വിളിച്ചാലാണ് സാറുമാർക്ക് പ്രശ്നം, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. നമുക്കൊരു വിവരാവകാശം വെച്ചാലോ? 2005 വിവരാവകാശ പ്രകാരം, നിയമപ്രകാരം നമുക്ക് ഈരാറ്റുപേട്ട അവിടെ വെക്കുന്നതല്ലേ നല്ലത്. ഇവരല്ലേ പറഞ്ഞത്, അപ്പൊ അവരോടല്ലേ ചോദിക്കണ്ടേ? ഈ സാറുമാരെല്ലോടല്ലേ? MPD പറഞ്ഞത്. അതിന് പോലീസ് ഉണ്ടായിരുന്നു തോന്നുന്നു, അറിയില്ല. ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, ചോദിക്കാം. ഒരു വിവരാവകാശം വെച്ച് കളയാം. അതാണ് വിഷയം. നമുക്കൊരു ദിവസം പോയാലോ? വന്നിരുന്നല്ലേ? നമുക്ക് സെറ്റാക്കാം. അത് തന്നെ വെച്ചാൻ ആളൊരു വലിയൊരു സംഭവമാണ് അല്ലെ? ഒരു പ്രസ്ഥാനമാണ്. അല്ല സപ്പോർട്ട് തരുന്നത് വലിയ കാര്യം കേട്ടോ. ആണ് ശരിയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ എന്തും നേടാൻ പറ്റും എന്നുള്ളതിന് തെളിവ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറയുന്നില്ല. കാരണം അവരില് 90% പോലീസ് ഡിപ്പാർട്ട്മെന്റ് നല്ലവരാണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം പറയാനുണ്ട്. ഈ സ്വിഫ്റ്റ് ബസ് ഇത് ആരുടെ അടുത്തു നിന്നാണ് വാടക കിട്ടിയത്? ആരുടെയാണ് ഇതിന്റെ ഓണർഷിപ്പ് ആരാണെങ്കിലും വിധിപ്രകാരം എന്ന് പറഞ്ഞ ആളുടെയാണ് ഈ സ്വിഫ്റ്റ് വണ്ടി എന്നാണ് ഞാൻ കേട്ടത്. എല്ലാവരും ആയല്ലേ ആൾക്കാരിൽ അറിഞ്ഞതാണ്. അത് അദ്ദേഹം വണ്ടി വാങ്ങിയിട്ട് സർക്കാരിന് വാടക കൊടുത്തിരിക്കുകയാണ്. അയാൾ തളപ്പിച്ചിരിക്കുകയാണ്. ഇത്
ഇതിലെ ന്യായമുണ്ടോ, ഇത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി. അതൊക്കെ ചോദ്യങ്ങളാണ്. ആർട്ടിയുടെ അടുത്ത് ചോദിക്കണം. ആർട്ടിയുടെ അടുത്ത് ചോദിച്ചാലും മറ്റാരെങ്കിലും അങ്ങനെ വീട്ടുകാർക്ക് വിളിച്ചിരിക്കുന്നതിന്റെ പേരിലായിരിക്കും വണ്ടി കിടക്കുന്നത്. പ്രകാരന്റെ ആണ് ഇതിനകത്ത് പൈസ മുഴുവൻ കൊടുക്കുക എന്നാണ് എനിക്ക് കാരണം കാറ്റും പിടിച്ചു വെച്ചുണ്ടാക്കിയത്. ആ 8 സംസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് ബിജു പ്രകാരം അല്ലേ എന്ന് പറഞ്ഞ കേട്ടു. ഞാൻ ഇത് പത്രത്തിലും ചാനലിലും വായിക്കുന്നതാണ്. ഞാൻ എനിക്ക് അറിവുള്ളൂ. ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കുറവുള്ള ആളാണ്. കാരണം ഞാൻ ശിവമുറ്റി പഠിച്ച സ്കൂളത്തിൽ വേണ്ടി കേരളത്തിൽ 1938 കണക്ക് വന്നു. ശിവമുറ്റി പറഞ്ഞതാണ്. അത് അതുപോലെയുള്ള വിദ്യാഭ്യാസം എനിക്കുള്ളൂ. തുടർന്ന് ഒന്ന് മനസ്സിലാക്കും. എന്തെങ്കിലും ആൾക്കാരുടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇത് കേൾക്കുന്ന ആൾക്കാരും കാണുന്ന ആൾക്കാരും ചോദ്യമാണ്. ഒരു സാധാരണക്കാരന്റെ ചോദ്യങ്ങളാണ് അച്ഛൻ ചോദിക്കുന്നത്. ഓക്കെ, അത് ഒരാവശ്യമാണ്. പക്ഷേ വേറെയുള്ള മന്ത്രിമാർ എത്രയുണ്ടാകുന്നതിനകത്ത് ഇവിടെ ഈ അന്ന് ഞാൻ കഴിഞ്ഞവണ പറഞ്ഞില്ലേ ശവകേരള യാത്ര നടത്തി. ഈ ശവകേരള യാത്രയിൽ എനിക്ക് നേട്ടം ഉണ്ടായി. ആർക്കൊക്കെ ഗുണം കിട്ടി. ഈ മൂവാറ്റുപുഴ ഉണ്ടാക്കുന്ന എന്നാ ജനറൽ കെയർ എന്ന് പറഞ്ഞ പാർട്ടിയോട് ആ മൂവാറ്റുപുഴ സ്റ്റേഡിയത്തിൽ ഒരു പന്തളം കിട്ടാൻ വേറെ കൂടുതൽ വർത്താനം പറയണ്ട. ആ പാവം പേടിച്ചിട്ട് മൂവാറ്റുപുഴ സ്റ്റേഡിയത്തിൽ വലിയ ഭയങ്കരമായ പന്തലിട്ട് അവിടെയൊക്കെ ഫുള്ള് 50 ലക്ഷം രൂപ 1 കോടി രൂപ ഇതേ രീതിയിലാണ് കൃഷ്ണോളവർക്ക് മേടിച്ചത്. കോഴിയുള്ളവരുടെ 50 ലക്ഷം രൂപ ഇതേ രീതിയിൽ മേടിച്ചതാണ് എനിക്കറിയാൻ കഴിയുന്നത്. യഥാർത്ഥമാണല്ലോ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി തീർന്നു. എവിടെ കൊണ്ടുപോയി തീർക്കും. ആരുടെ കാശ് എന്തിനു വേണ്ടി അവരുടെ മേടിച്ചോട്ട് കുഴപ്പമില്ല. അത് ജനങ്ങൾക്ക് ഒത്തിരി വേണ്ടി കാണും. അതേ കുട്ടിച്ചാട്ടി പറഞ്ഞ പോലെ ഈ വാർഷികകാല പെൻഷൻ ഈ 1600 രൂപ അത് കൊടുക്കാൻ കഴിയില്ലാത്തവർ ഈ കേരള യാത്ര നടത്തി. ഒരു പഞ്ചായത്ത് മെമ്പർ വെള്ളപൂശി എന്ന് പറഞ്ഞ് നിലമായിട്ട് അദ്ദേഹത്തെ പോലീസ് വലിച്ചെടുത്ത് റോഡിലിട്ട് വലിച്ചെടുത്ത് ഞാൻ ആ പഞ്ചായത്ത് മെമ്പറിന് എന്റെ വാർഡിലാണെങ്കിൽ എന്റെ നേരത്തെ പോലീസ് റോഡിലായെങ്കിൽ 100% ഉറപ്പില്ല. ഞാൻ അടുത്ത 2 തവണ ഇലക്ഷൻ നിന്നു. സ്വതന്ത്രമായിട്ട് തന്നെ രാഷ്ട്രീയ പാർട്ടി എല്ലാം കള്ളന്മാരാണ്. ഉമ്മൻചാണ്ടി 53 വർഷം ഭരിച്ചുവെങ്കിലും MLA ആയിട്ട് മന്ത്രിയായിട്ട് ഇരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കരുതാനെ കടത്തിപ്പിടിച്ച് കോൺഗ്രസ്സുകാരും അദ്ദേഹത്തിന്റെ ചില നേതാക്കന്മാർക്ക് അല്ല എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇനി അദ്ദേഹത്തിന്റെ മകനെ അതുപോലെ ഇല്ലാതാക്കാൻ ഇവിടെ കോൺഗ്രസ്സുകാരുണ്ടാവും. എന്ന് വ്യക്തിത്വ ആളത്തോടെ MLA എന്നുണ്ടെങ്കിൽ കേരളത്തിലുണ്ടെങ്കിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി മുമ്പൻ മാത്രം അവകാശപ്പെട്ടതാണ്. മറ്റാർക്കും ഒരു അവകാശം പറയാൻ യോഗ്യതയില്ല. കാരണം കേരളത്തിലുള്ള മന്ത്രിയായിട്ടിരുന്നാലും PO ജോസഫ് വലിയ അഴിമതി കാണിക്കാതെ നല്ല രീതിയിൽ തുടരെ മോച്ചായ മാറ്റിയാണ്. ജയമാണി സാറ് മോച്ചായ മാറ്റിയത് മകന്റെ മോച്ചായ ഇന്ത്യയിൽ നിന്നോട്ട് കേരള കോൺഗ്രസ് ഉണ്ടായിരുന്ന നമ്മുടെ ജയൻ ജോർജ് സാറിനെ മരണത്തിലേക്ക് നയിച്ചതിന്റെ ഇവിടെ ബാക്കി കീഴിലുള്ള കോൺഗ്രസ് കേരള കോൺഗ്രസ്. എന്തായാലും ചുരുക്കം പറഞ്ഞ അച്ചായന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ എന്തായാലും നമുക്ക് കോയമ്പത്തൂരേക്കുള്ള യാത്ര തുടരാം. തിരിച്ചു വരും. ഓക്കെ. അപ്പൊ നമ്മളിനി റോഡിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാണ്. അച്ചായനുണ്ടല്ലോ കൂടെ, ഓടിക്കാം നമുക്ക്. ഓക്കെ. അപ്പൊ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ട് ഞങ്ങളിതാ ശരിക്കും പറഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ ഞങ്ങളൊന്ന് ഉറങ്ങിപ്പോയി. ഉറക്കം വന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി. അപ്പൊ ഞങ്ങളിനി കോയമ്പത്തൂരിന്റെ മണ്ണിലേക്ക് തിരിച്ചു. അയ്യോ, അങ്ങനെ എന്തായാലും നമ്മള് തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. ലൈവാ കളിച്ചത് കണ്ടല്ലേ. ഇനി കേറി വരുന്നേ ഉള്ളൂ. എല്ലാരും അറിഞ്ഞു കേട്ട് വരുന്നേ ഉള്ളൂ. 10 മണിയല്ലേ ഉള്ളൂ. നമ്മളിന് 11 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും കളി തുടങ്ങും.
ഇല്ല ഉണ്ട് ലൈനുണ്ട് വയ്യ പുള്ളിക്ക് വൈ അതെ ഞാനത് പൊട്ടിപ്പോയി അത് പൊട്ടിപ്പോയി അതെ ആപ്പിൾ വിഷയമില്ല ആപ്പിൾ വിഷയമില്ല കണ്ടിട്ടുള്ള സാറ് എടുക്കും 1.67 അത് 14 Pro Max ഇത് പറഞ്ഞു അതല്ല അതിന് മുന്നേ നമ്മുടെ പഠിക്കാനില്ല വിഷയത്തിലാകാം നമ്മൾ നല്ല കാര്യങ്ങളാക്കില്ല റോങ്ങായിട്ടൊന്നും ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളില്ല കണ്ടോ നീ അപ്പൊ ഞാൻ എല്ലാ ദിവസവും ആരും ഒന്നും കൊണ്ടുതരത്തില്ല ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക വാല്യൂ കിട്ടുന്ന സമയത്ത് വാല്യൂ ഉണ്ടാക്കിയെടുക്കുക ഞാനൊക്കെ ഇവിടെ നിന്നാൽ ആൾക്കാരൊന്നും നോട്ടീസ് ഇല്ല ഞാനൊക്കെ നമ്മളൊക്കെ ഇവിടെ നിന്നാലും ഉറക്കെ ന്യൂസ് വാല്യൂ ചെയ്യുന്നല്ലേ
എന്റെ ഉറക്കത്തിന് ക്ഷീണമെന്ന് മാറി ഒരുപടി പാട്ടിടാൻ പൊന്നി എങ്ങനെ പാട്ടിടാൻ ഒക്കത്തില്ല. പാട്ടിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും, വലിയ പ്രശ്നങ്ങൾ. അപ്പം നമ്മളെന്തായാലും മുന്നോട്ട് നമ്മൾ കുതിച്ചുയരുകയാണ് സുഹൃത്തുക്കളെ. തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക്, പൂരങ്ങളുടെ നാടായ, കലാകാരന്മാരുടെ നാടായ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക്, ഇതാ അമ്പലങ്ങളുടെ നാടായ അല്ലേ തൃശ്ശൂരിലേക്ക് ഇതാ ഞങ്ങൾ കുതിച്ച് തൃശ്ശൂരിൻ്റെ മണ്ണിലൂടെ കടന്നു ഞങ്ങൾ പോവുകയാണ്. ഇവിടെ ഒരു മനുഷ്യനുണ്ട് കേട്ടോ, ജോബി ചുവന്നമണ്ണെന്ന് പറയും. ജോബി ചുവന്നമണ്ണ്, ആ മനുഷ്യനുണ്ടല്ലോ അമ്മ സംഭവം. ജോബി ചേട്ടൻ കാണുന്നുണ്ടോ? ഒരാൾ ഇത് മൂന്നല്ല ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. സാബിന്റെ ചേട്ടനാണ്. ചേർച്ചിന് കിട്ടിയ ചേർച്ചിന് കിട്ടിയ വലിയ കാണാനുള്ള ആഗ്രഹമുണ്ട്. പുള്ളി ഇതിന് വേണ്ട സഹായങ്ങള് കൊടുക്കാതെ ഇപ്പൊ വണ്ടി തന്നെ ക്യാമറ ചെയ്യാൻ അത്ര ബന്ധങ്ങൾ ഇന്നലെയും അവര് പുള്ളിയുടെ വീട്ടിലായാലും എന്റെ വീട്ടിൽ കഴിച്ചില്ല. എന്നാ തീരും എല്ലാം കൂടെ അവർക്കത് അത്രയും നല്ലവരുണ്ട്. നല്ല ആൾക്കാരുണ്ട്. എന്തായാലും വേറൊരു സാബ് പറയുന്നത് ഈ വണ്ടി സംശയം ഉണ്ടെന്ന് പഴയ വണ്ടിയാന്ന് പറയുന്നത് അയാൾക്ക് എന്തോരം പുസ്തകങ്ങളെന്നറിയാം. എന്നാലും ഭാഗ്യാണ് ഇൻഡക്ഷൻ ചൊല്ലിട്ട് ഞാൻ അതിനുവേണ്ടി മറ്റേതൊക്കെ പണിയെടുക്കുന്നത്.
ആ ബിന്നി ചേട്ടൻ. ആഹാ. അയ്യോ മോബിയെ ഞാൻ എന്റെ വീട്ടിൽ വിളിക്കാം. നമ്മൾ തൃശ്ശൂർ ടൗൺ, തൃശ്ശൂരിലെ മോണിച്ചേട്ടാ തൃശ്ശൂർ റൂട്ടല്ലേ? തൃശ്ശൂരിലെ ഇപ്പം നമ്മൾ തൃശ്ശൂർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഹൈവേയിലൂടെ ചീറി പാഞ്ഞുകൊണ്ട് ഇതാ ഞങ്ങൾ റോബിൻ ടീം കടന്നു പോകുന്ന സ്ഥലത്ത്. ആ ചാലക്കുടി കഴിഞ്ഞു, ഇപ്പം ചാലക്കുടി കഴിഞ്ഞു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് കൊടകര കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂരിൻ്റെ മണ്ണിലൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇടയ്ക്ക് നമ്മുടെ കമ്പൻസേഷൻ ഒരുപാട് സൗണ്ടിൻ്റെ ഇടയ്ക്ക് ചെറിയ
സൗണ്ടിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നുപോയി, ക്ഷമിക്കണം, ഖേദിക്കണം. ഒരു എനർജിഫിക്കേഷൻ ഇല്ലായിരുന്നു. ആ എനർജിഫിക്കേഷൻ ചായ ഒരു ഗ്ലാസ് കോഫിയിലൂടെ മോണിച്ചേട്ടൻ്റെ വക ഒരു കോഫിയിലൂടെ ഞങ്ങൾ എനർജിയൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും ഇതാ തൃശ്ശൂരിൻ്റെ മണ്ണിൽ കൂടെ ഞങ്ങൾ പറന്ന് പോവുകയാണ് സുഹൃത്തുക്കളെ, പറന്ന്. അപ്പോൾ എന്തായാലും ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്, കമൻറ്റുകൾ ഇഷ്ടം പോലെ കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പം കമൻറ്റുകൾ എല്ലാം നോക്കാൻ പറ്റുന്നില്ല, പ്രധാനപ്പെട്ട കമൻറ്റുകൾ കാണാൻ പറ്റുന്ന ഇങ്ങനെ സ്കോളിൽ പോകുന്നതുകൊണ്ട് എല്ലാം വായിക്കാൻ പറ്റുന്നില്ല. അരുൺ നൈസ് പറഞ്ഞിരിക്കുകയാണ് അരുൺ ചേട്ടൻ. അപ്പോൾ എന്തായാലും പ്രവീൺ IMP ആയി വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ ഫോളോ ചെയ്യാത്തൊക്കെ ഫോളോ ചെയ്തേക്കണം. അതോടൊപ്പം നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. റോബിൻ ബസ് റിലേറ്റ് ചെയ്തിട്ടുള്ള റോബിൻ്റെ മാക്സിമം കൊണ്ടുവരുന്ന എല്ലാ രീതിയിലുള്ള സമയങ്ങളും. അപ്പോൾ ഏതോ ഒരുത്തർ എൻ്റെ പൊന്നു പോയി, നിങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള കമൻറ്റുകൾ ഇടരുത് ദയവ് ചെയ്ത്. അതെ, നിങ്ങളുടെ കൾച്ചറിനെയാണ് അത് ബാധിക്കുന്നത്. അതെ, അപ്പോൾ അനാവശ്യമായിട്ടുള്ള കമൻറ്റുകൾ ഇടരുത്. നമുക്ക് വിമർശിക്കാം, ആരെയും വേണേൽ വിമർശിക്കാം. ഈ അൺപാർലമെന്ററി വേർഡുകൾ യൂസ് ചെയ്യരുതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. താങ്കൾക്ക് എന്തായാലും ആ പറഞ്ഞ വ്യക്തിക്ക് ഇത്രയും ബോധമേ ഉള്ളൂ. ആ പറഞ്ഞ വ്യക്തി എന്തായാലും ആ ആള് തന്നെയാണ് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഫ്ലോറിഡയിൽ നിന്ന് അജി ചേട്ടൻ ഫുൾ സപ്പോർട്ട്, ഫ്ലോറിഡ ഫ്രം USA അങ്ങനെ ഒരുപാട് പേര്, ജാക്സൺ ജോർജ്, കിഡു, റോബിൻ ബസ്, സിയ ഫർണി മാട്ട്, റോബിൻ ബസ് ഫുൾ സപ്പോർട്ട്, വിജയ്, ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും കൊള്ളാൻ വളരെ സപ്പോർട്ട്. കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തൂടെ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലം കണ്ടില്ല, കൈ പൊക്കിയാണ് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല വണ്ടി ഇറങ്ങിയ കാര്യങ്ങളൊന്നും. അതിങ്ങനെ എത്തുന്നേ ഉള്ളൂ. വണ്ടി പാസ് ചെയ്ത് പോകുമ്പോൾ ഓരോരുത്തരുടെ കൈപൊക്കി കാണിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു മൊമെൻ്റാണ്. ജനഹൃദയങ്ങളിൽ ആവേശം കൊള്ളിച്ചുകൊണ്ടാണ് ശരിക്കും പറയാം റോബിൻ്റെ ഓരോ ദിവസത്തെ ഓരോ അപ്ഡേറ്റുകളും ആ കമൻറ്റുകൾ നോക്കിയാലും. പിന്നെ ചില അൺപാർലമെൻ്ററി കമൻറ്റുകളൊക്കെ ഉണ്ട്, അത് അവരുടെ കഴിവുകേട് എത്തിക്കുകയാണ്. പക്ഷേ കഴിവുകേടല്ല ഞാൻ പറയുന്നത്, ചില അവരുടെ സാഹചര്യം മൂലം, ചിലർ അവരുടെ വിഷമതകൾ മൂലം അവർ പ്രയോഗിക്കുക. ഞാൻ സാറുമാരെ നോക്കിയിരിപ്പുണ്ട്, മണി വീഴുന്ന സാറുമാരെ, മണി വീഴുന്ന ഏതെങ്കിലും ഗ്യാപ്പിൽ പണി തരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തന്നെയാണ് കണ്ടിന്യൂസ് റോബിൻ്റെ തരംഗം കേരളം മൊത്തം യുവതലമുറ, അതായത് യുവതലമുറയ്ക്ക് ഇവിടെ ബിസിനസ് ചെയ്യണം, യുവതലമുറയ്ക്ക് ഇവിടെ പുതിയൊരു അതായത് ഒരു പ്രതീക്ഷ, ഓരോരുത്തരുടെ മനസ്സിന് പ്രതീക്ഷ ഉണ്ടാകത്തക്ക വിധത്തിൽ ഈ നാട്ടിൽ നിൽക്കാനുള്ള, അതായത് എന്താ പറയാനാണ്, നിൽക്കാനുള്ള ഒരു പ്രചോദനം തോന്നട്ടെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ പ്രചോദനമുള്ളവരെ കൂടെ പ്രചോദനം ഇല്ലാതാക്കുക, റിയാക്ട് ചെയ്യുന്നവരെ എങ്ങനെയും റിയാക്ട് ചെയ്യിപ്പിക്കാതിരിക്കുക, അവരെ എങ്ങനെയും അതായത് തളർത്താൻ ശ്രമിക്കുക. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് വലിയ ഭീഷണികൾ 41 പ്രകാരം നോട്ടീസ് ചെയ്യേണ്ട സ്ഥാനത്ത് വിളിച്ചിട്ട് വലിയ ഭീഷണികളും കാര്യങ്ങളും. പിന്നെ നമ്മുടെ ഒരു മാന്യത നമ്മൾ പോയി, അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥകളാണ്. അപ്പോൾ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എന്താണ് സാറേ, നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. ഒന്നിനും പേടിക്കരുത്. നമ്മൾ കോടതി ഉണ്ട് എന്നുള്ളൊരു ഒറ്റ ഉത്തമ ബോധ്യത്തിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട്, നമ്മൾ സത്യമുള്ളവരാണെങ്കിൽ നമുക്ക് എന്ത് നേടാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു റോബിനെ പോലുള്ള, ഗിരീഷേട്ടനെ പോലുള്ള വ്യക്തികൾ കാണിച്ചു തരുന്നൊരു പാത. ശരിക്കും പറഞ്ഞാൽ ഗിരീഷേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ സിസ്റ്റം നേരെയാകണമെന്നുള്ള കൂട്ടത്തിൽ ആൾക്കാർ നേരെയാകണമെന്ന ഒറ്റ ഒരു ബോധത്തോടുകൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. എന്തായാലും ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ഒരു വലിയൊരു അതായത് ഈ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ഒരു വലിയ
നീണ്ട കുറച്ച് ദിവസങ്ങളെ ഇതിനുവേണ്ടി ഇങ്ങനെ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും എനിവേ സന്തോഷമുണ്ട് പുള്ളിയുടെ കൂടെ നമുക്കൊരു പാട്ടാകാൻ കഴിഞ്ഞതിൽ. എന്തായാലും നമ്മൾ തൃശ്ശൂരിൻ്റെ മണ്ണിൽ കൂടെ ഇങ്ങനെ പിച്ച വെച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട്, പിച്ച വെച്ച് അല്ല, നമ്മൾ രണ്ടും കൽപ്പിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നെഞ്ചും വിരിച്ച്, നമ്മൾ ആരുടെ മുന്നിൽ താന്നു കൊടുക്കാനല്ല, നെഞ്ച് വിരിച്ച് നിന്ന് വേണം നമ്മൾ നേരിടാൻ. നമ്മളെ തോപ്പിക്കുമെന്ന് ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും തോറ്റു കൊടുക്കാൻ പാടില്ല ഭായി. നമ്മുടെ തോൽവി സമയത്ത് നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കുന്നു അവരാണ് നമ്മുടെ യഥാർത്ഥ കൂട്ടുകാർ. അവരെ അങ്ങോട്ട് കൂടെ ചേർത്ത് പിടിക്കുക, അവരുടെ കൂടെ കട്ടയ്ക്ക് കണ്ടില്ലേ, പോകുന്ന വഴിയിലൊക്കെ വണ്ടികൾ ഹോണടിച്ചാണ് പലരും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയിൽ ഇപ്പം തന്നെ ഇത്രയുടെ താന്ന് വണ്ടി നിർത്തിയ സ്ഥലത്ത് തന്നെ ഇറങ്ങി വന്നൊരു ചോദ്യം, അവർക്കൊക്കെ ആകാംക്ഷയാണ് എങ്ങനെ സാധിച്ചു. നമുക്ക് കോടതിയുമാണ് നമുക്ക് കോടതിയിൽ എന്ന് വർദ്ധിച്ചുകൊണ്ടാണ് മുന്നോട്ടുള്ള ഓരോ ജയിച്ചയാത്രയും ഇതുവരെ നമുക്ക് കോടതിയിൽ മാത്രം പലരും പറയുന്നു ഫൈൻ അടച്ചു എന്ന് പറഞ്ഞ് പല രീതിയിലും പറയുന്നു. ഫൈൻ അടച്ചു പക്ഷെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് നമുക്ക് പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞാണ് കോടതിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് നമ്മൾ ഫൈൻ അടച്ചത്. അതുമല്ല അതിനെ അപ്രൂവ് നമ്മൾ തിരിച്ചു പിടിക്കുന്നതായിരിക്കും. എന്തായാലും വളരെയധികം സന്തോഷത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ, കട്ടയ്ക്ക് നിൽക്കുന്ന. എന്തായാലും കട്ടയ്ക്ക് നിൽക്കുന്നില്ല, കണ്ടില്ലേ എല്ലാവരും ഇങ്ങനെ സീറ്റിലിരിക്കുക, ഫുഡൊക്കെ കഴിച്ച് ഞാനും മൊബൈലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മളെന്തായാലും വീണ്ടും നമ്മുടെ ചൈത്രയാത്ര അങ്ങനെ തൃശ്ശൂരിൻ്റെ മണ്ണിൽ കൂടെ നമ്മൾ ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തൃശ്ശൂരിൻ്റെ മണ്ണിൽ കൂടെ ഇങ്ങനെ തകൃതിയായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും നേടാനില്ല, നമുക്കുള്ളത് ഒറ്റ പേര് മാത്രമാണ്. എന്തായാലും നമ്മളൊന്നും കൊണ്ടുപോകത്തില്ല. നമ്മളെ കൊണ്ട് ചെയ്ത് കാണിക്കാൻ വരുന്ന തലമുറയ്ക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് കാണിക്കാൻ പറ്റുമെന്നുള്ള ഒറ്റ ബോധ്യം, ആ ഒരു ബോധ്യത്തിൻ്റെ പുറത്താണ് നമ്മളിതൊക്കെ ചെയ്യുന്നതായി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു ഒരു ഔപചാരികമായിട്ടാണെങ്കിലും മുൻവിധി ഇല്ലാതാണ് നമ്മൾ ഇവരെയൊക്കെ പരിചയപ്പെട്ടത്. അപ്പോൾ എന്തായാലും അവരുടെ കൂടെ സത്യത്തിന് വേണ്ടി എന്തായാലും പോരാടാൻ നമുക്കും ഒരു ചാൻസ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ എന്തായാലും തൃശ്ശൂരിൻ്റെ മണ്ണിൽ, അതായത് പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്തൂടെ നമ്മളിങ്ങനെ ഇവിടെയൊക്കെ ഭയങ്കര സ്വീകരണം കിട്ടിയ സ്ഥലങ്ങളാണ് കേട്ടോ, വൻ സ്വീകരണം കിട്ടിയ സ്ഥലങ്ങളാണ്. ഓർമ്മയുണ്ടോ അന്ന് രാത്രി കേട്ടോ മോണി ചേട്ടാ, പുതുക്കാട് കിട്ടിയ സ്വീകരണമൊക്കെ രാത്രി ഓർമ്മയുണ്ടോ? ഓ ഭയങ്കര. പുതുക്കാടിന്റെ മണ്ണിലൂടെ നമ്മൾ ഇതാ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് തയ്യാറല്ലല്ലോ. അടുത്തവണ ഇനി കഴിഞ്ഞ ആൾക്കാർ ചെറുതില്ല മനുഷ്യന് തണുത്തും അവർ ചെല്ലും. അങ്ങനെ പുതുക്കാടിൻ്റെ മണ്ണിൽ നിന്ന് വീണ്ടും നമുക്ക് പച്ച സിഗ്നൽ കിട്ടിയിരിക്കുകയാണ്. നമ്മളങ്ങനെ നമുക്ക് ചെല്ലുന്നിടത്തെല്ലാം നമുക്ക് ഇങ്ങനെ പച്ച സിഗ്നൽ കിട്ടി ഞങ്ങൾ മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. തോൽവിയിൽ നിന്നാണ് വിജയത്തിലേക്ക് ഞങ്ങൾ ഓരോ ചവിട്ടുപടി ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ ഇന്നലെ വളരെ സന്തോഷമുണ്ട്. മുന്നോട്ട് ഉള്ള യാത്രകൾ വളരെ സന്തോഷകരമാകട്ടെ. വണ്ടി കയറി വരുന്ന വരവ് നോക്കി കയറ്റിയാൽ നോക്കല്ലേ.
അവരാരാടാ? നമ്മുടെ കിഷോർ ഭായിയാണോ? ടയറിലെ ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം, ഒന്ന് മുറുക്കാൻ. ഓ ഇന്ന് രസമല്ലേ കാണാൻ. അപ്പോൾ ബുക്കിങ്ങിനുള്ള നമ്പർ ഇതാണ് കേട്ടോ. ആർക്കെങ്കിലും ഇനി കണ്ടില്ല കേട്ടില്ലെന്ന് പറയട്ടെ അല്ലേ. ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ അന്യ വ്യൂ കേട്ടോ. നല്ല കാറ്റ്. ലെഫ്റ്റ് ഇടിക്കും. നോക്കിയേ ഇവിടുന്നുള്ള വ്യൂ നോക്കി എന്ത് രസം നോക്കിയേ. തൃശ്ശൂരിന്റെ മണ്ണിൽ എന്ത് രസം നോക്കിയേ. തൃശ്ശൂരിൽ പോകുന്ന നമ്മുടെ മീൻ പിടിക്കും നമ്മമാര്. ഐ തിങ്ക് ദേ വെയർ ടേക്കിംഗ് മീനാ. അമാരാണ് മീനെ പിടിക്കുക കേട്ടോ, വലയിടുക. അപ്പോൾ 2 മിനിറ്റ് ഞങ്ങൾ വെയിറ്റിങ്ങിലായിരുന്നു. അല്ലല്ലേ വണ്ടിയൊക്കെ വന്ന് ചവിട്ടി നിർത്തിയാണ് ഹായ് പറഞ്ഞിട്ട് പോണേ. ഹായ് വാ റോബിൻ, കോയമ്പത്തൂര്. പുതിയ വണ്ടിയാണെന്ന് തോന്നുന്നു. കൊമാറ്റ്സുവിന്റെ വോൾവോടെ വണ്ടിയാണ് കിടക്കുന്നത്. ഹൈവേയിലൂടെ ഇങ്ങനെ പറന്ന് യാത്രയാണ് ഞങ്ങൾ. ടാറ്റാ മോട്ടോഴ്സ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു യാത്രയാണ്. ഇനി അങ്ങോട്ട് അറിയത്തില്ല എങ്ങനെ പിടിക്കുമോ ഇല്ലയോ എടുക്കുമോ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ തൃശ്ശൂർ എവിടെയെങ്കിലും ചെക്കിംഗ് ഒക്കെ കാണുമായിരിക്കും. അതെ, ആ ലൈറ്റ് പോയതാ.
കണ്ടല്ലേ എന്നാ അടിപൊളി കാഴ്ചയാ, വിഷ്വലാന്ന് നോക്കി. നല്ല കാറ്റാണ്, തണുത്ത കാറ്റാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. തൃശ്ശൂരിന്റെ മണ്ണിലാണോ പറയുന്നത്? തൃശ്ശൂർ കേട്ടോ, ഇത് രസമാണ് കാണാം അല്ലേ. മീൻ പിടിക്കുന്നു അവിടെ ദൂരെ കണ്ട അമ്മ മീൻ പിടിച്ചോണ്ടേ ഇരിക്കും കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിട്ടിയാവും. ചേട്ടന്മാർ രണ്ടുപേര് കുത്തിപ്പിടിച്ച് മീൻ പിടിച്ചോണ്ടിരിക്കുക കാര്യമായിട്ട്. എന്നാ രസമാണ്, എന്ത് സീനറി, നല്ല തണുത്ത സീനറി. ഒരു രക്ഷയില്ല, ഒരു താണത്ത കാറ്റ് കേട്ടോ, താണത്ത കാറ്റ്. മഹേന്ദ്രയുടെ വണ്ടി പോകുന്നത് എന്ത് സ്ഥലം, നമ്മുടെ റോബിൻ ബസ് കേട്ടോ കിടക്കുന്ന കേട്ടോ, റോബിൻ ബസ്. അതായത് നല്ല തണുത്ത കാറ്റടിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ മീൻ പിടിക്കുക, ഒരു സൈഡിൽ കുളം, തൃശ്ശൂരിൻ്റെ മണ്ണ്, ടാറ്റയുടെ ഷോറൂം. ഒന്ന് എഴുന്നേറ്റ് വെളിയിൽ നിന്നിട്ട് എന്തൊരു ഡിവിഷൻ. അടിപൊളി സ്ഥലം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് നേരത്തെ പ്രദേശമായിട്ട് നല്ല തണുത്ത കാറ്റാണ്, നല്ല ചൂടായതുകൊണ്ട്. എന്തിനു കിട്ടിക്കാണോ ആവോ? ഈ ഒരു നൊസ്റ്റാൾജിക് ഫീലുള്ള ആരെങ്കിലും ഉണ്ടോ? ഓർമ്മയുണ്ടോ പഴയ കാലത്ത് മറ്റേ മീൻ പിടിക്കുന്ന വലയുമായിട്ട് ഇറങ്ങി ചേട്ടൻ പിടിച്ചോണ്ടിരിക്കുക? അല്ല കാര്യമായിട്ട് രണ്ടുപേര്, അരയോളം വെള്ളമാണ് കേട്ടോ അവിടെ. ആ ചേറിനകത്ത് പോയിട്ട് മീൻ പിടിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല അവിടെ മീൻ പിടുത്തമേ, ആ ചേറിനകത്ത് പോയി മീൻ പിടുത്തമാണ്. ആ ചേറിനകത്ത് മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. അരയോളം വെള്ളമാണേ, അരയോളം വെള്ളമാണ്. ബസ് കാണാൻ നിർത്തിയാണോ? ബസ് കാണാൻ നിർത്തിയാ? പേരെങ്ങനാ? സജാസ് അല്ലേ? ആ എവിടെ വീട്? ആലും അല്ലേ? ആ എങ്ങോട്ട് പോവാ? തൃശ്ശൂരും അല്ലേ? ബസ് കണ്ടോണ്ട് നിർത്തിയല്ലേ? ബസ് അവിടെ ഒരു വികാരമാണല്ലേ? ബസ് ഒരു വികാരമാണെന്ന്. ഓട്ടം തുടങ്ങി ഇന്നിട്ട് ഇന്നലെ ഇറങ്ങിയത്. ഓ വലിയ സംഭവങ്ങളായിരുന്നു. എന്ത് ചെയ്യാനാണ് നമ്മുടെ. ആ അത് തന്നെ ഒരു അത് തന്നെ തൃശ്ശൂർ. ഓക്കെ കാണാം. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. മില്ലുകാരൻ ഇതിന്റെ ഫ്രണ്ടിൽ ലൈവ് ഉള്ള എപ്പോഴും. ഓക്കോട്ടെ. ഓക്കെ താങ്ക് യു. ശരി. പക്ഷേ ഫേസ്ബുക്കിലാണ് മൊത്തം കൂടുതലും വരുന്നത്. ഫേസ്ബുക്കിൽ ഇപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നു. അതേ പേര് തന്നെ ഫേസ്ബുക്കിൽ ലൈവ് പോകും. എങ്ങനാ? അല്ല ശരി, വേറൊന്നുമില്ല. ആ വേപ്പ് പിടിച്ചിട്ട് അവർ വന്ന് ജസ്റ്റ് ചെക്കിങ്, അവരുടെ റൊട്ടീൻ ചെക്കിങ്, അവരവരുടെ ഡ്യൂട്ടി ചെയ്തിട്ട് നമുക്ക് കോടതി ഉണ്ടല്ലോ. കണ്ടില്ലേ വണ്ടി നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ്.
വണ്ടി നിർത്തുന്നതിന് ഓരോരുത്തരും ഓരോ സ്ഥലത്തുനിന്ന് വന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്നാ ഇപ്പഴാണ് അറിയുന്നത്, ആരും അറിഞ്ഞില്ല ഇറങ്ങിയത്. കംപ്ലൈന്റ് ജസ്റ്റ് സെറ്റ് ചെയ്യുന്നത് മാത്രം, ജസ്റ്റ് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ എന്തായാലും വണ്ടി എവിടെ ചെന്ന് നിന്നാലും ഭയങ്കര അഡ്രസ്സിംഗ് ആണെന്നുള്ളതാണ്, അതാണ് അതിന്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് സന്തോഷമാണ്. അതായത് പുതിയൊരു സംരംഭകരെ കിട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ജനഹൃദയങ്ങൾ കയറിപ്പറ്റിയ ഈ റോബിൻ എന്ന് പറയുന്ന ഒരു വികാരം. അതെ, ഗിരീഷേട്ടന്റെ വികാരം. രണ്ടുപേരും ഞാൻ ഫോട്ടോ എടുത്തു തരാം. രണ്ടുപേരും ഫോട്ടോ എടുത്തു തരാം. അങ്ങോട്ട് മേടിക്കും. അവർ രണ്ടുപേരും ചേർന്ന് ഒരു ഫോട്ടോ എടുത്തു. കിട്ടിയില്ല. കഴിഞ്ഞു. നമ്മളെ വീണ്ടും വണ്ടി വിടുന്നതാണ്. നല്ല പരിചയമുണ്ടല്ലോ. തണുത്ത വെള്ളമുണ്ടല്ലേ. അയ്യോ അപ്പാ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. എവിടെ ചെന്നിറങ്ങിയാലും വെറുതെ തന്നെ. ഒരു ഫോട്ടോ. ഒരാൾ ഓടി വരുന്നുണ്ടോ? എന്റെ പൊന്നോ, ഒരാൾ ഓടി വരുന്നുണ്ടോ? എന്റെ പൊന്നോവേ, പുള്ളിക്ക് ഒരു ഫോട്ടോ എടുക്കണം. ആലോചിച്ച് നോക്കി, വണ്ടിയുടെ കൂട്ടത്തിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം. ഒന്ന് ക്ലിക്ക്. അങ്ങനെ കൃത്യത്തെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക ഓരോരുത്തരും. എല്ലാവർക്കും ഫോട്ടോ എടുപ്പാണ്. വണ്ടി നിർത്താൻ പറ്റില്ല, അപ്പോഴേ എല്ലാരും ഓടി വരാണ്. ഓക്കെ ഡീല്. അപ്പൊ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ തൃശ്ശൂരിന്റെ മണ്ണിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞ അറിഞ്ഞിട്ടില്ല. ബെസ്റ്റ് കണ്ട ആരോടും പറയാൻ രഹസ്യത്തിൽ തല കാണിക്കാൻ വന്ന, പക്ഷെ ഇങ്ങനെ പണി കിട്ടുമെന്ന് കരുതിയില്ലല്ലേ. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കോമഡികളാണ്. അയ്യോ
ആൾക്കാരുടെ ആവേശം മാറിയിട്ടില്ല. വണ്ടി വരുന്നതേ ഓണാക്കി പറഞ്ഞു ഡോൺ എന്തോ പറയാനുണ്ടെന്ന്.
കയറുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നത്. എൻ്റെ കാലേ സെറ്റ് വെച്ച് കുതിരാൻ കയറുമ്പോൾ ഇതിനകത്ത് ഇതും ലൈവ് ഓഫ് ആവും. ആ സമയത്ത് അങ്ങനെ റേഞ്ച് പോകും. ഞാനതിങ്ങനെ കുറച്ച് നേരം നോക്കിയിരിക്കുക. കുതിരാനത്ത് അത് മാത്രം കയറ്റി വന്നു. ഏതാ സാധനം? ഏത് ഫോണാണ്? പ്രോയോ ചാനലുണ്ടോ? മുടിക്കോട് എന്ന് പറഞ്ഞ മണ്ണിലേക്ക് നമ്മൾ പാലക്കാടിന്റെ പനകളുടെ നാട്, അതായത് പനകളുടെ നാടാണ് അല്ലേ? പനകളുടെ നാട്, നെല്ലിന്റെ നാട്, വേണ്ട എല്ലാം കൂടി ചേർന്നു. എത്തില്ല സമയമാണ് പറയാൻ അങ്ങ് അവിടെ ആ മലയുടെ അടി അവിടെ ആ സംഭവം. തുടക്കത്തിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. കുറച്ചു നേരം ഒന്ന് റേഞ്ച് കട്ടാകാൻ ചാൻസ് ഉണ്ട്. റേഞ്ച് കട്ടാകുമ്പോൾ ഞങ്ങൾ വേറൊരു വീഡിയോ ഞങ്ങൾ വരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ തൃശ്ശൂർ ജില്ലയും കടന്ന് വേറെ ജില്ലയിലേക്കാണ്. പാലക്കാട് ജില്ലയിലെ ഗിരീഷ് എന്ന അതികായന്റെ റോബിൻ മോട്ടോഴ്സ്. റോബിൻ മോട്ടോഴ്സ്, അതെ. ജനഹൃദയങ്ങൾ കൊടിയേറിയ നെഞ്ചിലേറ്റിയ എന്നൊക്കെ വേണേൽ പറയാം. റോബിൻ ഗിരീഷിന്റെ റോബിൻ എന്ന് പറയുന്ന ബസ് അതൊരു തരംഗമായിട്ട് ഇതാ പാലക്കാടിന്റെ മണ്ണിലേക്ക് ഞങ്ങളുടെ കാലുകൂടാൻ രാവിലെ 5 മണിക്ക് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട റോബിൻ മോട്ടോഴ്സ് അതിന്റെ ചൈത്രയാത്ര തുടരുകയാണ്. വഴിയിൽ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി വെതിച്ചുകൊണ്ട് ചില കേൾക്കിപ്പടങ്ങൾ നിങ്ങൾ വേദിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ മുന്നോട്ട് ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ജില്ലയിലേക്ക് പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. എത്തിയിട്ടില്ല. അവിടെ തീർന്ന് പഠിപ്പിക്കാം. കണ്ടി ഞാൻ പറയാം ഓഫ് ചെയ്തിട്ട് അതിന് ആദ്യം പറയാം. ദൂരെയായിട്ട് കാണണം. കുതിരാനായില്ലടാ. കുതിരാനായില്ലേ? ആയല്ലോ. ആ പട്ടിക്കാട് അത് തന്നെ. ഈ കിടക്കുന്ന പട്ടിക്കാട് മണ്ണൂത്തി കറക്റ്റ് ടൈമിങ് കേട്ടോ. ഇനിയുണ്ട് അതെ കുറേ ഉണ്ട്. എത്ര ആയില്ല. ഫോൺ ഓൺ ചെയ്യാനൊക്കെ
ഇത് ഉടനെ നിലവിളിയാ ഇങ്ങനെ വിളിക്കും. ജോബി റേഞ്ച് കിട്ടുന്നുണ്ട് സാധാരണ ഒന്നുമില്ല. ഞാനത് പോവല്ലേ സാധാ നെറ്റ് ജിയോ. മറ്റൊരു കോള് കല്ലെടുക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. മൈക്കുണ്ട്, മൈക്കാണ് എടുത്തിട്ട് അല്ല ഇവിടെ ഇപ്പോൾ ആവശ്യമുണ്ടെ മാത്രം. കുതിരാനിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കുതിരാനം കടന്ന് പാലക്കാട് എത്തിയോ? അതാണോ? അല്ലല്ല ഈ അടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഇത് അതിനകത്ത് കയറി ഇറങ്ങുമ്പോൾ അങ്ങനെ ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുവല്ലോ. അങ്ങനെ വീണ്ടും നമ്മൾ പാലക്കാടിനെയും ചുമന്നാണ് ജോബി ചുമന്ന മണ്ണിന്റെ നാടായ ചുമന്ന വണ്ടി കൂടി ഇതാ ഞങ്ങളിതാ പൊക്കോണ്ടിരിക്കും. ജോബി ചുമന്ന മണ്ണ്. ചുമന്ന മണ്ണ് എവിടെ ചുമന്ന മണ്ണ്? ജോബി നിങ്ങൾ എവിടെയാണ്? എത്രയും പെട്ടെന്ന് ജോബി ചുമന്ന മണ്ണ് ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ജോബി ചുമന്ന മണ്ണ് എവിടെ ആരെവിടെ? പിടിക്കൂ, അടിയാരെ പിടിച്ചോണ്ട് വരൂ ആ ജോബി ചുമന്ന മണ്ണ്. പിടിച്ചോണ്ട് വരൂ ആ ജോബി ചുമന്ന മണ്ണ്. എവിടെ 1000 സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടേക്ക് അന്നത്ത് വരുന്നറിയോ? ഞാനും അറിഞ്ഞിട്ടില്ലെന്ന്. ഞാൻ വളർന്ന് ഈ മലയുടെ തുരങ്ങ നമ്മളിറങ്ങുന്നത് ആ വളവിന് അവിടെ ചെന്നിട്ട് തിരിച്ച് ഞങ്ങള് കോയമ്പത്തൂര് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു മനുഷ്യരാണ് മനുഷ്യർ. നിങ്ങൾ എവിടാണ്? ചുമന്ന് കണ്ട് കഴിഞ്ഞു. ബെസ്റ്റ് റോബിൻ ബസ്സേലാണ് പോകുന്നത്. റോബിൻ ബസ്സേൽ നടക്കുന്നത്. വരെ ലൈവ് ഉണ്ടോ രാത്രി ഫുള്ള്? ഞാൻ ലൈവ് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാനെ കൊണ്ട് വിളിക്കാം. ഒരു വാക്ക് നിങ്ങളൊന്ന് പറ. അല്ലല്ല നിങ്ങൾ ഒരു വാക്ക് പറ. ലൈവിൽ കൂടെ പറയാമല്ല. ലൗഡ് സ്പീക്കറിനോട് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞോ. ജോബി ചുവന്നുകൊണ്ടാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പറയൂ, നിങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ വന്നപ്പോൾ റോബിൻ ബസ് വന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? രാവിലെ 5 മണിക്ക് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട റോബിൻ മോട്ടോഴ്സ് അതിന്റെ ചൈത്രയാത്ര പരിശോധനകൾക്ക് ശേഷവും 1000 സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് റോബിൻ മോട്ടോഴ്സ് അതിന്റെ ചൈത്രയാത്ര തുടർന്നു. റോബിൻ മോട്ടോഴ്സ് കുതിരാൻ തുരങ്കത്തിലേക്ക്
കുതിരാൻ തുരങ്കവും കടന്ന് പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് റോബിൻ മോട്ടോഴ്സ്. മില്ലുകാരൻ, എന്താണ് പരിശോധനകൾ നമ്മൾ പ്രതീക്ഷിക്കാം? ആളുകാർ ചിലപ്പോൾ നമ്മുടെ അതിർത്തി കിടക്കുമ്പോൾ അവരെ വിഷമം തീർക്കാൻ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലൊന്നും ഉണ്ടാവില്ല. അവര് നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അതിന് കേരള സർക്കാരുമായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെ കഴിഞ്ഞ നമ്മുടെ അർത്ഥം പറ്റിയാണ് ഇത് അവർക്ക് താല്പര്യം ചോദിച്ചോണ്ടായിട്ട് എറണാകുളത്തേക്ക് പൊക്കോണ്ടിരിക്കുക. എറണാകുളത്തേക്ക് എറണാകുളത്ത് പൊക്കോണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ജോബി ചേട്ടൻ ലൈനിൽ വന്നായിരുന്നു. ക്യാമറ നേരെ പിടിച്ചു. കൂടെ